ഹായ് ഗായ്സ്, വിങ്സ് അക്കാഡമിയുടെ ഇന്നത്തെ ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് 8ാം ക്ലാസ്സിലെ ഫിസിക്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ മെഷർമെന്റ്സ് ആൻഡ് യൂണിറ്റ്സ് അതിലെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ ഈ വീഡിയോയുടെ ഒന്നാമത്തെ പാർട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ട് ഇത് കാണാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താന്ന് നോക്കാം. ദ ബേസിക് യൂണിറ്റ് ഓഫ് മാസ് ഈസ് കിലോഗ്രാം. മാസിന്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാം ആണ്. എന്നിട്ട് ചോദിക്കുകയാണ് എന്ത്, ഡിഫൈൻ മാസ്. മാസ് എന്താ നമ്മുടെ അടുത്ത് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മാസ് നമ്മുടെ അടുത്ത് എന്താന്ന് എഴുതാൻ പറഞ്ഞു. എന്താ മാസ്? മാസ് ഓഫ് എ സബ്സ്റ്റൻസ് ഈസ് ദ മെഷർ ഓഫ് ക്വാണ്ടിറ്റി ഓഫ് മാറ്റർ കണ്ടെയ്ൻഡ് ഇൻ. അല്ലേ, ഒരു സബ്സ്റ്റൻസിന്റെ മാസ് എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ അടങ്ങിയിരിക്കണം, ആ സബ്സ്റ്റൻസിൽ അടങ്ങിയിരിക്കണം മാറ്ററിന്റെ അളവാണെന്ത്, അതിന്റെ മാസ്. അപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. 1 കിലോ പഞ്ചസാര എടുത്തെന്ന് വിചാരിക്കാം. ആ 1 കിലോ പഞ്ചസാരയിൽ എന്തോരം പഞ്ചസാരയുടെ അളവുണ്ടോ അതാണ് അതിന്റെ മാസ്. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? അപ്പൊ ബി ക്വസ്റ്റ്യൻ നോക്കാം. എന്താണ് ബി ക്വസ്റ്റ്യൻ? ബി ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 1 ടൺ ഈസ് ഈക്വൽ ടു ഡാഷ് കിലോഗ്രാം. സിമ്പിൾ ക്വസ്റ്റ്യൻ ആണല്ലേ. 1 ടണ്ണ് എത്ര കിലോഗ്രാം ആണെന്നാ ചോദിച്ചേക്കണേ. എത്ര കിലോഗ്രാം ആണ്? 1 ടണ്ണ് 1000 കിലോഗ്രാം ആണ്. എത്രയാണ്? 1000 കിലോഗ്രാം. ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേ? ഈ ക്വസ്റ്റ്യൻ ഓക്കെ അല്ലേടാ? ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അല്ലെ, നമുക്ക് 4 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട് ഇവിടെ. ഇല്ലേ, 4 ക്വാണ്ടിറ്റീസ് തന്നിട്ടുണ്ട്. ഇതിൽ ഏത് ക്വാണ്ടിറ്റി ആണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി എന്നാണ് ചോദിച്ചേക്കണേ. എന്താണ് ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്ന ക്വാണ്ടിറ്റീസ് ആണ് എന്ത്, ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി. അപ്പൊ ഇവിടെ ആരാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കണേ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് എന്താണ്? മാസ് ആണ് അല്ലെ. ഫസ്റ്റ് എന്താണ്? മാസ് ആണ്. മാസിന്റെ ബേസിക് യൂണിറ്റ് എന്താണ്? കിലോഗ്രാം. മാസിന്റെ ബേസിക് യൂണിറ്റ് കിലോഗ്രാം. ഡിസ്പ്ലേസ്മെന്റ് ബേസിക് യൂണിറ്റ് എന്താണ്? മീറ്റർ ആണ്. എന്താണ്? മീറ്റർ. വോളിയത്തിന്റെ ബേസിക് യൂണിറ്റോ? മീറ്റർ ക്യൂബ്. ഓക്കെ, ടെമ്പറേച്ചറിന്റെ കെൽവിനും. ഇവിടെ കിലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താ? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി. മീറ്റർ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിയാ. കെൽവിനും എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണ്. ഈ മീറ്റർ ക്യൂബ് എന്താണ്? ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ല അല്ലെ. ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റിനെ ഡിപ്പെൻഡ് ചെയ്താണ് നിൽക്കണേ. പക്ഷെ ഫണ്ടമെന്റൽ ക്വാണ്ടിറ്റി ആണോ? അല്ലല്ല. അപ്പൊ ഇവിടെ ഡിറൈവ്ഡ് ക്വാണ്ടിറ്റി ആരാണ്? വോളിയാണ്. ആരാണ്? വോളിയം. ഓക്കെ, ഇനി എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? ചീറ്റ ഈസ് ദ ഫാസ്റ്റസ്റ്റ് അനിമൽ ഓൺ ലാൻഡ്. അല്ലെ, കരയിലെ ഏറ്റവും വേഗതയേറിയ ജീവി ആരാ? ചീറ്റയാണ്. കരയിലെ ഏറ്റവും വേഗതയേറിയ ജീവി ആരാണ്? ചീറ്റ. എന്നിട്ട് അതിന്റെ സ്പീഡ് നമുക്ക് എന്തുണ്ട്? പല തരത്തിൽ തന്നിട്ടുണ്ട് അല്ലെ. പല തരത്തിൽ അതിന്റെ സ്പീഡ് തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് ശരി എന്നാണ് ചോദിച്ചേക്കണേ. ഏതായിരിക്കും ശരി? എങ്ങനെയാണ് നമ്മൾ ശരിയൊക്കെ കണ്ടുപിടിക്കുക? നമ്മ 10 റൂള് പഠിച്ചിട്ടുണ്ട് അല്ലെ. യൂണിറ്റ്സ് എഴുതാനായിട്ട് 10 റൂള് പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഈ 10 റൂളും ബ്രേക്ക് ചെയ്യാതെ ഉള്ള യൂണിറ്റ് ഇവിടെ കറക്റ്റ് ആയിട്ട് ആരാണോ എഴുതിയേക്കണേ അതാണ് ശരി ഉത്തരം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ നോക്കാം. ഫസ്റ്റത്തെ ശരിയാണോ? അല്ല അല്ലെ, ഫസ്റ്റത്തെ ശരിയല്ല. മീറ്റർ പെർ സെക്കൻഡ് ആണ് കൊടുത്തേക്കണേ. സെക്കൻഡ് എന്താണ്? അതിന്റെ സിമ്പിൾ ആണ് കൊടുത്തേക്കണേ. അവിടെ മീറ്ററിന് ഫുൾ ആയിട്ട് എഴുതിയിട്ട് സെക്കൻഡ് അതിന്റെ സിമ്പിൾ കൊടുത്തേക്കണം. അപ്പൊ തെറ്റല്ലേ? ഒന്നല്ലെങ്കിൽ എന്ത് ചെയ്യണം? രണ്ടും എഴുതണം, അല്ലെങ്കിൽ രണ്ടിന്റെയും സിമ്പിൾ കൊടുക്കണം. ഓക്കെ, അപ്പൊ ഫസ്റ്റത്തെ തെറ്റാണ്. ഇനി രണ്ടാമത്തെ നോക്കിയാലോ. രണ്ടാമത്തെ എന്താ? 25 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? ഇവിടെ വല്ല മിസ്റ്റേക്ക് ഉണ്ടോ? ഇല്ല അല്ലേ. അപ്പൊ ഉത്തരം എന്താ? ഉത്തരം എന്താ? ഇതിൽ കറക്റ്റ് ആൻസർ എന്താ? ബി ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ എന്താണ്? ബി ആണ്, 25 മീറ്റർ പെർ സെക്കൻഡ്. കാരണം എന്താ? ഇവിടെ ഒരു റൂളും വയലേറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഓഡ് വൺ ഔട്ട് ഫ്രം ദ ഫോളോയിങ്. അല്ലെ, ജസ്റ്റിഫൈ യുവർ ആൻസർ കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലെ. ഇതിൽ ഏതാണ് ഓഡ് വൺ? ഒന്ന് പറഞ്ഞേ, ഇതിൽ ഏതാണ് ഓഡ് വൺ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. മീറ്റർ, ലൈറ്റ് ഇയർ, ഓസ്ട്രോണമിക്കൽ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവരൊക്കെ എന്താ? ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ്. അവരൊക്കെ എന്താണ്? ലെങ്ത്തിന്റെ യൂണിറ്റ് ആണ്. ഇവിടെ സെക്കൻഡ് ആരുടെ യൂണിറ്റാ? നോക്കിയേ, സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ആണ് അല്ലെ. ഇവര് 3 പേരും ലെങ്ത്തിന്റെ യൂണിറ്റുകളാണ്. സെക്കൻഡ് ടൈമിന്റെ യൂണിറ്റ് ആണ് അല്ലെ. അപ്പൊ ഇതിൽ ഓഡ് വൺ ആരായിരിക്കും? അല്ലെ, വ്യത്യസ്തമായിട്ട് നിൽക്കുന്നത് ആരാണ്? സെക്കൻഡ് ആണ്. ആരാണ്? സെക്കൻഡ്. ഓക്കെ, അപ്പൊ എന്താണ് അടുത്ത ക്വസ്റ്റ്യൻ? റൈറ്റ് ദ ഫോളോയിങ് യൂണിറ്റ് ഇൻ ദ അസെൻഡിങ് ഓർഡർ ഓഫ് ദെയർ വാല്യൂ. അല്ലെ, നമുക്ക് കുറച്ച് യൂണിറ്റ്സ് തന്നിട്ടുണ്ട് ഇവിടെ. അതിന്റെ അസെൻഡിങ് ഓർഡർ തന്നെ പറയണം. നമുക്ക് തന്നിരിക്കുന്ന യൂണിറ്റിന്റെ അസെൻഡിങ് ഓർഡർ. അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? യൂണിറ്റ്സിന്റെ ചെറുതിൽ നിന്ന് വലുതിലോട്ട്. അറിയാല. അപ്പൊ എ ക്വസ്റ്റ്യൻ നോക്കാം. എ ക്വസ്റ്റ്യനില് ഏറ്റവും ചെറുതാരാ?
അല്ലെ? ക്വസ്റ്റിൽ ഏറ്റവും ചെറുതാണ് മില്ലിമീറ്റർ ഉണ്ട്, നാനോമീറ്റർ ഉണ്ട്, സെന്റിമീറ്റർ ഉണ്ട്, മൈക്രോമീറ്റർ ഉണ്ട്. ഇവരിൽ ഏറ്റവും ചെറുതാരാ? നാനോമീറ്റർ ആണ്. ആരാണ്? നാനോമീറ്റർ. നാനോമീറ്റർ കഴിഞ്ഞിട്ട് ചെറുതാരാ? നാനോമീറ്റർ കഴിഞ്ഞിട്ട് ചെറുതാരാ? മൈക്രോമീറ്റർ ആണ് അല്ലെ? ആരാണ്? മൈക്രോമീറ്റർ. ഇനി മൈക്രോമീറ്റർ കഴിഞ്ഞിട്ട് ചെറുതാരാ? മൈക്രോമീറ്റർ കഴിഞ്ഞിട്ട് ആരാ? മില്ലിമീറ്റർ ആണോ സെന്റിമീറ്റർ ആണോ? ആരാണ്? മില്ലിമീറ്റർ ആണ് അല്ലേ? മില്ലിമീറ്റർ. മില്ലിമീറ്റർ കഴിഞ്ഞിട്ട് ലാസ്റ്റ് വൺ ആരാണ്? സെന്റിമീറ്റർ. ഓക്കെ, അപ്പൊ നമുക്ക് ക്വസ്റ്റിന്റെ അസെൻഡിങ് ഓർഡർ കിട്ടിയില്ലേ? നാനോമീറ്റർ, മൈക്രോമീറ്റർ, മില്ലിമീറ്റർ, സെന്റിമീറ്റർ. ഇനി നമുക്ക് ബി ക്വസ്റ്റിന്റെ അസെൻഡിങ് ഓർഡർ നോക്കാം. ഓക്കെ, നോക്കാം. എന്താണ് ബി ക്വസ്റ്റിലെ കണക്ക് യൂണിറ്റ്സുകള്? കിൻഡല്, കിലോഗ്രാം, മില്ലിഗ്രാം, ഗ്രാം അല്ലെ? ഇവരൊക്കെയാണ് എന്താ തന്നേക്കണ യൂണിറ്റ്സുകൾ. ഇതിൽ ഏറ്റവും ചെറുതാരാ? തന്നിരിക്കുന്നതിൽ ഏറ്റവും ചെറുതാരാണ് അല്ലെ? മില്ലിഗ്രാം ആണ്. ആരാണ്? മില്ലിഗ്രാം. ഓക്കെ, ഞാൻ പറഞ്ഞല്ലേ അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? അസെൻഡിങ് ഓർഡർ എന്ന് പറഞ്ഞാൽ എന്താ? ചെറുതിൽ നിന്ന് വലുതിലോട്ട് എഴുതലല്ലേ? മില്ലിഗ്രാം കഴിഞ്ഞിട്ട് ചെറുതാരാ? മില്ലിഗ്രാം കഴിഞ്ഞിട്ട് ചെറുതാരാണ്? ഗ്രാം ആണല്ലേ? ഓക്കെ, ഗ്രാം. ഗ്രാം കഴിഞ്ഞിട്ടോ? ഗ്രാം കഴിഞ്ഞിട്ട് ആരാ? കിൻഡലാണോ കിലോഗ്രാം ആണോ ചെറുത്? ചെറുതാരാണ്? കിലോഗ്രാം ആണ്. ഓക്കെ, അപ്പൊ ഇനി അടുത്തതാരായിരിക്കും? നമ്മളെ ലാസ്റ്റ് വൺ കിൻഡൽ. ഓക്കെ അല്ലേ? അപ്പൊ നമ്മ 11 ക്വസ്റ്റ്യൻസ് ചെയ്തല്ലേ? ഫസ്റ്റ് പാർട്ടും സെക്കൻഡ് പാർട്ടും കൂടി കൂട്ടിയിട്ട് 11 ക്വസ്റ്റ്യൻസ് ചെയ്ത്. അപ്പൊ ഇനിയും ഇതുപോലെയുള്ള വീഡിയോസുമായിട്ട് കാണാം. ബൈ.